നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഓൾഡ് SCERTയുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERTയുടെ സയൻസിലെ ടേബിളും പിക്ചറുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡുകൾ വരുന്ന നമുക്ക് എടുക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ ചേർത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പെട്ടെന്ന് തന്നെ റിവിഷൻ ചെയ്യാനും നമുക്ക് SCERT എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് വായിക്കാനും ഒക്കെ എന്ത് ചെയ്യണം, എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. 5, 6, 7, 8, 9, 10 ഈ രീതിയിൽ ഓർഡർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. 5ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, അടുത്ത പ്രിലിംസ് ഒക്കെ എക്സാം എഴുതാൻ പോകുന്നവരും മെയിൻസിന് വേണ്ടിയിട്ടും ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്താണ് ഉപകാരമാണ്. അപ്പോൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ, നല്ല രീതിയിൽ പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ സയൻസ് കഴിഞ്ഞ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആക്കണം. പുതിയ SCERT പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ തന്നെ സയൻസും സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മെയിൻസിനൊക്കെ IT മേഖല വരും, IT ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വലതുവശത്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് താഴെ കമന്റ് ചെയ്തിട്ട് പോവുക. ഇത്ര മാത്രം മതി കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താഴെ അഭിപ്രായം പറഞ്ഞിട്ട് പോകണം. അഭിപ്രായം പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് നന്ദി. എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഹാർദമായ സ്വാഗതം കേട്ടോ ക്ലാസ്സിലേക്ക്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നോക്കാം കേട്ടോ. 4ാമത്തെ ക്ലാസ് ആണ്, 3 ക്ലാസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ പുതിയ SCERT ലെസൺ വായിച്ചു തന്നിട്ടും ഞാൻ അതിൽ നിന്ന് പോയിന്റുകൾ ഇങ്ങോട്ട് പിക്ക് ചെയ്ത് എടുത്തിട്ടും ഒക്കെ നിറയെ ക്ലാസ്സുകൾ SCERT SCERT മേഖലയിൽ പുതിയ SCERT ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. 5, 9, 7ാം ക്ലാസ്സിലൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് തന്നെ വേറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട്. നമുക്ക് സമതല ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണത്തിന്റെയും ഡിഫറൻസ് ഒന്ന് നോക്കാം. സമതല ദർപ്പണം, പ്രതിപതിക്കുന്ന പ്രതലം എന്താണ്, നിരപ്പായതാണ്. അതിൽ ഈ സമതലം എന്നുള്ളത് തന്നെ ഓർക്കുക കേട്ടോ. പ്രതലം എങ്ങനെയായിരിക്കും, നിരപ്പായിട്ടുള്ള പ്രതലമായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിൽ പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതായിരിക്കും. ഇപ്പോ ഈ കോൺവെക്സ് ആയിക്കോട്ടെ, കോൺകേവ് ആയിക്കോട്ടെ, സമതല ദർപ്പണം ആയിക്കോട്ടെ, നമ്മൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചു പോകും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തികളെ കുറിച്ച് പറയുകയാണ് കേട്ടോ, ഞങ്ങളൊക്കെ ഉൾപ്പെടും. അപ്പോൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വ്യക്തികൾക്ക് കോൺവെക്സ് ലെൻസ് ഉള്ളവരും കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടി അറിയാലോ. കോൺകേവ് എന്ന് പറയുന്നത് ഹ്രസ്വദൃഷ്ടി ഉള്ളവർക്കാണ് കോൺകേവ്. കോൺവെക്സ് ദീർഘദൃഷ്ടി പരിഹരിക്കാനാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോ അത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, കണക്കാക്കുക. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നമുക്ക് ഓരോരുത്തരുടെയും കണ്ണിന്റെ പവർ എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യും. എനിക്ക് കോൺവെക്സ് ആണ്, അല്ലെങ്കിൽ വീട്ടിൽ പാരന്റ്സിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കോൺകേവ് ആണ്, അങ്ങനെ വെച്ചിട്ട് കണക്കാക്കുക. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇവിടെ കണക്ട്, എനിക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് കോൺകേവ് ആണ്, ഹസിന് കോൺവെക്സ് ആണ്. അപ്പോൾ ഹസ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ആളാണ് കണ്ടോ. അപ്പൊ പുറത്തേക്ക് പ്രതിപദിക്കുന്നതല്ല, പുറത്തേക്ക് വളഞ്ഞത്. അതിനാണ്. അപ്പൊ അവർ പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ പുറത്തേക്ക്, നമ്മൾ ഉള്ളിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ പ്രതിപദിക്കുന്ന പദം ഉള്ളിലേക്ക് വളഞ്ഞത് കണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഓർമ്മ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, എക്സാമിന് വരുമ്പോ അവിടെ ഈ ഏരിയ മാർക്ക് പോകുന്നില്ല. അങ്ങനെ അധികം മാർക്ക് പോകുമായിരുന്നു, പക്ഷെ ഇപ്പൊ പോകുന്നില്ല. കാരണം എന്താണ്, ഇത് അവിടെ ഓർത്ത് വെച്ചതുകൊണ്ട് കേട്ടോ. അപ്പൊ കോൺവെക്സ് ദർപ്പണം പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണ്. കോൺകേവ് ദർപ്പണം പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതാണ്. ഇനി ദർപ്പണവും ഉപയോഗവും അതിന്റെ പ്രത്യേകതയും നോക്കാം. കോൺവെക്സ് ദർപ്പണം കോൺകേവ് ദർപ്പണത്തിന്റെയും സമതല ദർപ്പണത്തിന്റെയും എപ്പോഴും എക്സാമിന് വരും കേട്ടോ. കോൺവെക്സ് ദർപ്പണം നമ്മൾ പറഞ്ഞു, എവിടെയൊക്കെയാണ്, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം. ഓക്കെ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ വലതുവശത്ത് വരുന്ന വണ്ടി നോക്കും, ലെഫ്റ്റിലെ സൈഡുകൾ നോക്കും, ഇതൊക്കെ ഗ്ലാസ്സിലൂടെ നോക്കണം. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, കോൺവെക്സ് ദർപ്പണമാണ്. അപ്പൊ ഞാൻ നേരത്തെ കണക്ട് ചെയ്തപ്പോ നോക്കൂ, വാഹനം അല്ലെ, വാഹനം ഓടിക്കുക. അപ്പൊ അവർ പുറത്തേക്ക് പോകുമ്പോഴാണ് വാഹനം ഓടിക്കുന്നത്. അപ്പൊ കണ്ടോ, അതിൽ കോൺവെക്സ് ദർപ്പണം ഞാൻ പറഞ്ഞില്ലേ, പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, അവിടെ ഞാൻ കണക്ട് ചെയ്തില്ലേ. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക കേട്ടോ. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണമാണ് ഏത്, കോൺവെക്സ് ദർപ്പണം. അതുപോലെ തന്നെ ഈ കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രത്യേകത, ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്. ചെറുത് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. കോൺവെക്സ് ചെറുതാണെന്ന് പഠിച്ചു വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കോൺകേവിൽ എന്ന് പഠിക്കുക. അല്ലാണ്ട് ചെറുത് വലുത് പറയുമ്പോൾ അവിടെ കോൺവെക്സ് ആണോ പഠിച്ചത്, കോൺകേവ് ആണോ പഠിച്ചല്ല. ഞാൻ പഠിക്കുന്നത് കോൺവെക്സ് ആണ് എന്നത് മനസ്സിൽ ആദ്യം എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. അതിന്റെ പ്രതിബിംബം ചെറുതാണ്. പിന്നെ വാഹനങ്ങളിൽ ഓടിക്കുന്ന ഡ്രൈവർ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്, കോൺവെക്സ് ദർപ്പണമാണ്. അപ്പൊ പഠിക്കുന്നത് കോൺവെക്സ് ആണെന്ന് മാത്രം പഠിക്കുക കേട്ടോ. അപ്പൊ അതിൽ ചെറുതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏതില്,
കോൺകേവ് അത് പഠിച്ചു വെക്കുക. പിന്നെ കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. കണ്ടോ, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നുണ്ട്, വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്. ഇനി കോൺകേവ് ദർപ്പണത്തിലോ നമ്മൾ ഷേവിംഗ് മിറർ ആയിട്ട് ടോർച്ചിലെ റിഫ്ലക്ടറിലും ഒക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. വലിയ പ്രതിബിംബം, നമ്മൾ അവിടെ ചെറുത് പറഞ്ഞപ്പോൾ ഇവിടെ വലുതായി, പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നു. സമതല ദർപ്പണോ മുഖം നോക്കാന്, കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന് സമതല ദർപ്പണമാണ്. വസ്തുവിന് സമാനമായിട്ടുള്ള പ്രതിബിംബം ആവർത്തന പ്രതിപതനം ലഭിക്കുന്നു. മൂന്നെണ്ണം മനസ്സിലായോ? കോൺവെക്സും കോൺകേവും സമതല ദർപ്പണവും. അപ്പൊ കോൺവെക്സും കോൺകേവും പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. കോൺവെക്സ് ദർപ്പണമാണ് പഠിക്കുന്നതെന്ന് മനസ്സിലോടിക്കുക. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്, വിസ്തൃതി വളരെ വലുത് ലഭിക്കുന്നുണ്ട്, ദൃശ്യമാകുന്നുണ്ട്, നമുക്ക് കണക്കാക്കാം. ഇനി കോൺകേവോ ഷേവിംഗ് മിററിലോ ടോർച്ചിങ് റിഫ്ലക്ടറിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണം. അവിടെ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിക്കാനുള്ള കഴിവുണ്ട്. ഇനി അത് പിന്നെ വേറിട്ട് നിൽക്കുന്ന ആളാണ് സമതല ദർപ്പണം. സമതലം അല്ലേ, മുഖം നോക്കാനും. കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനും സമതല ദർപ്പണമാണ്. അപ്പൊ നമ്മൾ മുഖം നോക്കാൻ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുഖം നോക്കുമ്പോൾ ഈ കോൺകേവ് മറ്റേ ദർപ്പണം എങ്ങനത്തെ ആയിരിക്കണം, നിരപ്പായതായിരിക്കണം. അപ്പോഴാണ് നമുക്ക് മുഖത്ത് കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ അല്ലെ. അല്ലെങ്കിലോ ചെരിഞ്ഞിട്ടുള്ളതൊക്കെ ആണെങ്കിലോ നമുക്ക് മുഖം കറക്റ്റ് നമ്മുടെ മുഖം ഫേസ് കാണാൻ പറ്റും. അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. വസ്തുവിന് സമാനമായ പ്രതിബിംബ ആവർത്തന പ്രതിപതനവും സാധ്യമാക്കുന്നതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. ഇനി നോക്കൂ, ഭക്ഷ്യവസ്തുവില് അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളും. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? പാല്, മോര്, ഇതിലൊക്കെ എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ് അല്ലെ. പാല് നമ്മൾ കുടിക്കുന്ന സമയത്ത് ലാക്റ്റിക് ആസിഡ് എന്താകും? മോര് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വായിൽ ഈ പാലിന്റെ അംശമൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ പല്ല് എന്ത് ചെയ്യും? ദ്രവിക്കും. അതുകൊണ്ടാണ് പാല് എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കരുത് അല്ലെ. പാല് ഉപയോഗിച്ചതിന് എന്ത് ചെയ്യണം? ഉടനെ വായി കഴുകണം എന്ന് പറയുന്നത്. കാരണം പാല് നമ്മുടെ വായിൽ നിൽക്കുമ്പോൾ നമ്മുടെ പല്ലുകളൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് ദ്രവിച്ചിട്ട് പോകും. കാരണം അത് എന്താ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ചോദ്യമാണ്. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി വിനാഗിരിയിൽ ഏതാണ്? ഓൾപിക്കോണ് കേട്ടോ. വിനാഗിരിയില് അസറ്റിക് ആസിഡ് ആണ്. പുളിയിൽ ഏത് ആസിഡ് ആണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ് ആണ്. ആപ്പിളിലോ മാലിക് ആസിഡ് ആണ്. ഓൾ പിക്കോണ്, നന്നായിട്ട് പഠിക്കണം. മോര്, പാല്, ഇതിലൊക്കെ ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, പുളിയില് ടാർട്ടാറിക് ആസിഡ്, നാരങ്ങയില് സിട്രിക് ആസിഡ്, ആപ്പിളില് മാലിക് ആസിഡ്. ഇനി രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും രുചിച്ചു നോക്കരുത്. എങ്ങനെയാണ്? രുചിച്ചു നോക്കരുത്, സ്പർശിക്കരുത്, മണത്തു നോക്കരുത്, ശരീരത്തിൽ വീഴരുത് അല്ലെ. കുപ്പിയിൽ നിന്ന് ആസിഡ് എടുക്കുമ്പോൾ ഡ്രോപ്പർ ഉപയോഗിക്കണം. കണ്ടോ, കുപ്പിയിൽ നിന്ന് ഇവർ ആസിഡ് എടുക്കുന്നുണ്ടോ? ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട്. അതുപോലെ ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ ജലം എടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്തിട്ട് ഇളക്കണം. ഹോൾഡർ ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബ് പിടിക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് ശ്രദ്ധിക്കണം. എന്താ ചോദിച്ചാൽ അടുത്ത എക്സാമിന് നമ്മൾ സെക്രട്ടേറിയറ്റ് പോയേ ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് അതിൽ കിടക്കണ്ട അല്ലെ. ഇപ്പൊ ഹൈസ്കൂളിൽ കിട്ടുമ്പോൾ ലാബുകളിൽ നമ്മൾ അസിസ്റ്റന്റ് ആവുന്ന സമയത്ത് കുട്ടികൾ പഠനത്തിനായിട്ട് വരുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. രുചിച്ചു നോക്കരുത്, സ്പർശിക്കരുത്, മണത്തു നോക്കരുത്, ശരീരത്തിൽ വീഴരുത്. കുപ്പിയിൽ നിന്നും ആസിഡ് എടുക്കുമ്പോൾ ഡ്രോപ്പർ ഉപയോഗിക്കണം. ആസിഡ് നേർപ്പിക്കുന്ന സമയത്ത് ബീക്കറിൽ ജലം എടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്തിട്ട് ഇളക്കാൻ പാടുള്ളൂ. ഹോൾഡർ ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബ് പിടിക്കണം. ഇനി ഹെൻറി കാവൻഡിഷിനെ കുറിച്ച് പഠിക്കാം. 1731 to 1810 കാലഘട്ടം ഒന്നും പഠിക്കണ്ട. മെയിനായിട്ട് നോക്കേണ്ടത് ഹൈഡ്രജൻ എന്ന വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ എന്ന വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ലാവോസിയാണ് കേട്ടോ. ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയാണ്, പക്ഷെ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. വായിച്ചാലോ? ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം. പ്രീവിയസ് ആണ്, ചോദിക്കാറുണ്ട്. ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏത്? ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അങ്ങനെ
പ്രവർത്തിപ്പിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് 16ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ വാതകം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആണ്. ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? ലാവോസിയ. എന്താണ് ഹൈഡ്രജന്റെ അർത്ഥം? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ എന്താണ് ഒന്നും കൂടി പഠിക്കാൻ? ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സ് എന്ന് പഠിക്കാനുള്ളത്. പിന്നെ ഹെൻറി കാവൻഡിഷ് ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടീഷുകാരനാണ്. ഇനി ഉപയോഗിച്ച വസ്തു ആസിഡിലെ നിറഞ്ഞത് ഒന്ന് കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് അല്ലെ? എത്ര പഠിച്ചാലും മനസ്സിലാകില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, 3-4 കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കാം. നീല ലിറ്റ്മസ് പേപ്പർ ചോദ്യം വരാറുണ്ട്, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ചോദിക്കാറുണ്ട്, പിന്നെ ഫിനോഫ്തലിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിലെ നിറം എങ്ങനെയാണ്? നീല ലിറ്റ്മസ് പേപ്പർ ആസിഡില് ചുവപ്പായിരിക്കും, ആൽക്കലിയില് നീല നിറം തന്നെ ആയിരിക്കും. അപ്പൊ എപ്പോഴും ആ ഉപയോഗിക്കുന്ന വസ്തു നമ്മൾ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഓർഡർ തന്നെ നോക്കാം. ആസിഡ് നമ്മൾ എപ്പോഴും ആൽക്കലി ആസിഡ് എന്ന് പറയോ? ഇല്ല അല്ലെ? ആസിഡുകളും ആൽക്കലികളും അങ്ങനെയല്ലേ പറയാ? അപ്പൊ ഫസ്റ്റ് ആസിഡ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? നീല ലിറ്റ്മസില് എങ്ങനെയാണ്? നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എന്ത് കളറായിരിക്കും? ചുവപ്പായിരിക്കും. ആൽക്കലിയിലോ അതിന് നീല നിറം തന്നെയാണ്. നീല ലിറ്റ്മസ് പേപ്പർ ആയതുകൊണ്ട് ആൽക്കലിയില് നീല നിറം തന്നെയാണ്. ഇനി മുളക് പൊടി എന്താണ് കളറ്? ചുവപ്പ് കളറാണ് അല്ലെ? ആസിഡില് നിറം എങ്ങനെയായിരിക്കും? ഇളം ചുവപ്പായിരിക്കും. പിന്നെയോ ആൽക്കലിയിലും ഇളം ചുവപ്പ് തന്നെയാണ്. മുളക് പൊടി ആള് നല്ല പവറാണ് അല്ലെ? അതുകൊണ്ട് ചുവപ്പ് കളർ തന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കണക്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണാപ്പാടം പഠിക്കുമ്പോൾ അത് നമുക്ക് പിന്നെ റിവിഷൻ ചെയ്യാം. പക്ഷെ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ നമുക്ക് എന്താണ് മറക്കുകയില്ല. എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുക കേട്ടോ. മുളക് പൊടി ആള് പവറാണ് അല്ലെ? നമുക്കറിയാം, കണ്ണ് തട്ടിയ വിവരം അറിയില്ല. എരിവക്കായ നമ്മൾ പിടിച്ചെന്നൊക്കെ പറ്റില്ല. കണ്ടോ മുളക് പൊടി ആസിഡിലും ആൽക്കലിയിലും കണ്ടോ ആളങ്ങോട്ട് ആളുടെ ഇത് കൊണ്ട് വിട്ട് കളിക്കില്ല. കണ്ടോ രണ്ടിലും ആ ചോപ്പായിട്ട് അങ്ങോട്ട് അവിടെ നിൽക്കും. കണ്ടോ മനസ്സിലാക്കിയോ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുക. എല്ലാണ്ട് നമ്മളിത് വെറുതെ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കിയിട്ടൊന്നും നിങ്ങൾ പഠിക്കരുത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാനൊരു അഭിപ്രായം പറയുന്നു എന്നേ ഉള്ളൂ. കോഡ് ഉണ്ടാക്കി പഠിച്ച ഈ കോഡിനെ കണക്ട് ഓർമ്മ കിട്ടാൻ തന്നെ എക്സാം ഹാളിൽ എഴുതാം. ആ സ്ഥാനത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയില്ലേ? ഇപ്പൊ ചിലവർക്ക് ചിലപ്പോൾ ഇത് പഠിച്ചിട്ട് ഓർമ്മ കിട്ടിയിട്ടുണ്ടാവില്ല. മുളക് പൊടി രണ്ടിലും ആസിഡിലും ആൽക്കലിയിലും ഇളം ചുവപ്പ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ കണ്ടോ ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്തപ്പോ മുളക് പൊടി ആള് വില്ലനാണ് അല്ലേ? നമുക്ക് അതിനെ പേടിയാണ്. അതുകൊണ്ട് രണ്ടിലും ആസിഡിലും ആൽക്കലി ആളുടെ സ്റ്റാൻഡ് വിട്ട് കളിക്കില്ല. കണ്ടോ ഇളം ചുവപ്പ് തന്നെയായിട്ട് നിൽക്കും. കണ്ടോ അങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡില് ചുവപ്പായിട്ടും ആൽക്കലിയില് നീലയായിട്ടും, പിന്നെയോ ചെമ്പരത്തി പേപ്പറോ നീല ചെമ്പരത്തി പേപ്പർ ആസിഡില് ചുവപ്പായിട്ടും ആൽക്കലിയില് നീലയായിട്ട് ലഭിക്കുന്നു. ഫിനോഫ്തലിൻ പഠിച്ചു വെച്ചോട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ആസിഡില് ഫിനോഫ്തലിന് നിറമില്ല, ആൽക്കലിയില് പിങ്ക് നിറമാണ്. ചോദിക്കാറുണ്ട്. ഫിനോഫ്തലിന് ആസിഡില് എന്തില്ല? നിറം ഇല്ല, ആൽക്കലിയില് പിങ്ക് നിറമാണ്. അതൊക്കെ പഠിച്ചു വെക്കുക. മീഥൈൽ ഓറഞ്ച് ഇളം പിങ്ക്, ഇളം മഞ്ഞ. കണ്ടോ നോക്കാം, മഞ്ഞ കളറാണ് ആസിഡില്, ആൽക്കലിയില് ചുവപ്പ് നിറമാണ്. അപ്പൊ ഇവിടെ നീല ലിറ്റ്മസ് പേപ്പർ പഠിക്കണം. നീല ലിറ്റ്മസ് പേപ്പർ എന്താ നമ്മൾ പറഞ്ഞത്? ആസിഡ്. നമ്മൾ ഫസ്റ്റ് എപ്പോഴും പറയണം ആസിഡ് ആൽക്കലി എന്ന ഓർഡറിലാണ് ഓർമ്മ വെക്കുക. നീല ലിറ്റ്മസ് പേപ്പർ, അതിന്റെ നീലിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. ആസിഡില് ചുവപ്പ്, ആൽക്കലിയില് നീല തന്നെയാണ് എങ്കിൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ എന്തായിരിക്കും? ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡില് ചുവപ്പ് തന്നെ ആയിരിക്കും, ആൽക്കലിയിലോ നീലയായിരിക്കും. പിന്നെ മുളക് പൊടി ആളാ വിട്ട് കളിക്കില്ല. പിന്നെ ഫിനോഫ്തലിന് ആസിഡില് നിറമില്ല, ആൽക്കലിയില് എന്താണ്? പിങ്ക് നിറമാണ്. അതൊന്ന് പോസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ.
ഇനി ആസിഡുകളുടെയും ആസിഡിന്റെ ഉപയോഗങ്ങളും നമുക്ക് നോക്കാം. വിനാഗിരി. എന്താണ് വിനാഗിരി? നമ്മൾ പറഞ്ഞത് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നേരത്തെ ഏതാ പഠിച്ച? അസറ്റിക് ആസിഡ് ആണെന്ന് പറഞ്ഞു അല്ലെ? അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ കേടുവരാതിരിക്കാൻ നമ്മൾ വിനാഗിരി ചേർക്കാറുണ്ട് അല്ലെ? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ഇനി സിട്രിക് ആസിഡ് നോക്കാം. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലും ഒക്കെ ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലും സിട്രിക് ആസിഡ്. ഇനി നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും അല്ലെ? ഡേഞ്ചറസ് സാധനങ്ങളാണ് അല്ലെ? സൾഫ്യൂരിക് ആസിഡ് വാഹനങ്ങളുടെ ബാറ്ററികളിലൊക്കെ എന്താണ്? വാഹനങ്ങളിലെ ബാറ്ററി ഉണ്ടാവില്ലേ? നമ്മുടെ ഇപ്പൊ 2 വീലർ ആണെങ്കിലും 4 വീലറൊക്കെ ബാറ്ററി ഇല്ലേ? അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. പിന്നെ നൈട്രിക് ആസിഡും രാസവളം, പെയിന്റ്, ഇതൊക്കെ എല്ലാം ചോദ്യങ്ങളും പ്രീവിയസ് ആണ്. ഇനി സൾഫ്യൂരിക് ആസിഡ് ഇവിടെ എടുത്തു തന്നിട്ടുണ്ട് അല്ലെ? സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ കേട്ടോ, ഞാൻ കണ്ടിരുന്നില്ല. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എന്താണ്? രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് കേട്ടോ. രാസവളം, പെയിന്റ്, ഡൈ. കണ്ടോ, പെയിന്റ് അടിക്കുമ്പോൾ ധാരാളം സ്മെല്ലുണ്ടാവും. ചിലർക്കൊക്കെ പെയിന്റ് അടിക്കുമ്പോൾ അലർജി വരില്ലേ? കാരണം എന്താണ്? നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിന്റെ ഒക്കെ അംശമാണ്. പിന്നെ രാസവളങ്ങള് നമ്മൾ കൃഷിയിലൊക്കെ ഉപയോഗിക്കുന്ന രാസവളം അങ്ങനെ കണക്ട് ചെയ്യേ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ കൃഷിയോ നിങ്ങളുടെ വീട്ടിലൊക്കെ പൂന്തോട്ടങ്ങളോ തോട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഫാദേഴ്സ് അച്ഛന്മാരൊക്കെ നമ്മുടെ രാസവളം കൊണ്ടുവരാറില്ലേ? അപ്പൊ കണക്ട് ചെയ്യുന്ന രാസവളം കാണുമ്പോൾ ഇതിൽ നൈട്രിക് ആസിഡ് ഇതിൽ സൾഫ്യൂരിക് ആസിഡുമാണ്. എന്താണ്? നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് ആണെന്നുള്ളത് 2-3 പ്രാവശ്യം രാസവളം കാണുമ്പോൾ പഠിക്കും. പിന്നെ എവിടെയും പോലെന്ന് ബ്രെയിന്ന്. പിന്നെ പെയിന്റ്, പിന്നെ ഡൈ, തലയിലൊക്കെ മുതിർന്നൊരു ഡൈ അടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേ. അപ്പൊ അതിലൊക്കെ സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡിന്റെ അംശമൊക്കെ ഉണ്ടെന്ന് കണക്കാക്കണം. പിന്നെ വാഹനങ്ങളില്ലേ? നിങ്ങളുടെ വീട്ടിൽ വാഹനങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അതിലെ ബാറ്ററി സൾഫ്യൂരിക് ആസിഡ് ആണ്. അങ്ങനെയൊക്കെ ഓർമ്മ വെക്കണം കേട്ടോ. ഇനി ടാനിക് ആസിഡോ? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനൊക്കെ ടാനിക് ആസിഡ് ആണ്. ഇനി നമ്മളിപ്പോ ആസിഡ് ആൽക്കലി പറഞ്ഞു. ഈ ആൽക്കലിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. പ്രീവിയസ് ആണ്. സോപ്പ് നിർമ്മാണത്തിന് ആൽക്കലി ഉപയോഗിക്കുന്നു. ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന്, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, മലിനജല ശുദ്ധീകരണത്തിനും ആൽക്കലി ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെയാണ്? സോപ്പ് നിർമ്മാണത്തിന്, ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന്, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, മലിനജല ശുദ്ധീകരണത്തിനും ഏത് ഉപയോഗിക്കും? ആൽക്കലി ഉപയോഗിക്കും. ഇവിടെ ചന്ദനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മോണോട്രോപ്പ്? എന്താണ് ഇത്തിൽ ചെടി? എന്താണ് മൂടില്ലാത്ത ആളി? കണ്ടോ, പിക്ചർ നോക്കിക്കേ. മൂടില്ലാത്ത ആളി കണ്ടോ? ഇത്തിൽ ചെടി, മോണോട്രോപ്പ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ. ചന്ദനം നോക്കിക്കേ. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണങ്ങളും കണ്ടെത്തുന്നു. മറ്റു ചെടികളുടെ വേര്, അതായത് ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്നത് ഇത് ഈ പൂർണ്ണ പരാഗത്തിൽ വരുന്നത് ഏത്, അർദ്ധപരാഗത്തിലേത്, ശവോപജീവി. ഇതില് തന്നിരിക്കുന്നതിൽ ഇതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കൂ, മോണോട്രോപ്പ് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നു. ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാണ്? ആഹാരം കണ്ടെത്തുന്നു. ഇത്തിൽ ചെടി ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു അല്ലെ? അപ്പൊ ചന്ദനവും ഇത്തിൽ ചെടിയും ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണ്. ഇനി മൂടില തളിയോ? ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. ആഹാരത്തിന് വേണ്ടിയിട്ട് അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. അപ്പൊ ഇവിടെ പൂർണ്ണപരാഗം, അർദ്ധപരാഗം, ശവോപജീവി. അപ്പൊ ശവോപജീവിയിൽ വരുന്നതാണ് ഏത്? മോണോട്രോപ്പ് കേട്ടോ. മോണോട്രോപ്പ്. ഇനിയോ? പൂർണ്ണപരാഗത്തിന് ഉദാഹരണമാണ് ഏത്? മൂടില്ലാത്താളി. പൂർണ്ണപരാഗത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി. അർദ്ധപരാഗത്തിന് ഉദാഹരണമാണ് ഇത്തിൽ ചെടി ചോദിക്കാറുണ്ട്. ഇനി അകത്തും പുറത്തും ജന്തുക്കളിലും പരാഗങ്ങൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? പേന്, നമ്മുടെ മനുഷ്യന്റെ ശരീരത്ത് കാണപ്പെടുന്ന ബാഹ്യ പരാഗം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ബാഹ്യ പരാഗമാണ് ഏത്? പേന് കേട്ടോ. അതുപോലെ മൃഗങ്ങളില് ചെള്ള്. പിന്നെ വിര കണ്ടോ? വിര നോക്കിക്കേ. ഇത് എന്താണ്? ആന്തരികമാണ് അല്ലെ? അകത്തും ഉണ്ട് പുറത്തും ഉണ്ട്. വിര എവിടെയാണ്? അകത്ത് കാണപ്പെടുന്ന പരാഗമാണ്. ചെള്ള് എവിടെയാണ്? പുറത്ത് കാണപ്പെടുന്നതാണ്. പേനോ? പുറത്ത് കാണപ്പെടുന്ന. ചോദിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ബാഹ്യ പരാഗങ്ങളിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാഹ്യം പുറത്താണ്, പേനാണ്. അകത്ത് കാണുന്നതാണ് വിര. ചെള്ള് മൃഗങ്ങളിൽ അല്ലെ? ഇനി നമ്മുടെ പല്ലുകളില് ഉളിപ്പല്ലുണ്ട്, കോമ്പല്ലുണ്ട്, അഗ്രചർവണകമുണ്ട്, ചർവണകം. നമ്മളുടെ ശരീരത്തിലെ എത്ര
പ്രായപൂർത്തിയായവരിൽ ആകെ എത്ര പല്ലുകളുണ്ട്? 32 പല്ല്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്ര പാൽപ്പല്ലുകളാണ് കാണപ്പെടുക ജനിച്ച ശേഷം? 20 പാൽപ്പല്ല്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 20. പ്രായപൂർത്തിയായവരിൽ 32 പല്ല്. അതിന് ഈ പല്ലുകളെ ഈ 32 പല്ല് എന്ന് പറഞ്ഞില്ലേ, ആ 32 പല്ലുകളിനെ തരംതിരിച്ചിരിക്കുകയാണ്. ആ 32ൽ ഉളിപ്പല്ലുകളുണ്ട്, കോമ്പല്ലുണ്ട്, അഗ്രചർവണകമുണ്ട്, ചർവണകമുണ്ട്. അപ്പൊ എന്താണ് ഉളിപ്പല്ല്? മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകൾ. എത്രയാണ് ഉളിപ്പല്ല്? 8. ഓക്കെ, ഉളിപ്പല്ല് എത്രയാണ്? 8. കോമ്പല്ലോ? ഉളിപ്പല്ല് ചോദിക്കാറുണ്ട്, മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട്. അങ്ങനെ ചോദിക്കാറില്ല. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്? 8. ഇതാണ് ചോദിക്കാറുള്ളത് കേട്ടോ. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ല്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ല്. എക്സാം കളിക്കുമ്പോൾ നമ്മൾ പല്ല് ഇരുന്നിട്ട് ആക്ഷൻ കാണിക്കേണ്ടി വരും അല്ലെ, വായില് കടിച്ചിങ്ങനെ മുറിക്കാൻ. ഏത് അല്ലെ? അപ്പോ കോമ്പല്ല് നോക്കൂ, ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ല്. അപ്പൊ എത്രയായി? 8 2 10 12 പല്ല് അല്ലേ? ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്നത്. ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യാന്നറിയാം? ഞാൻ കണക്ട് ചെയ്താണ്. എനിക്ക് ഉളിപ്പല്ല് കോമ്പല്ലൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. കോമ്പല്ല്, കോമ്പല്ല് ക എന്ന അക്ഷരം കടിച്ചു കീറാൻ, ക എന്ന അക്ഷരം, ക എന്ന അക്ഷരം കണ്ടോ? കോമ്പല്ല് കടിച്ചു കീറാൻ എത്ര പല്ലാണ്? 4. ഓക്കെ, ഇനി അഗ്രചർവണകം. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകള്. നമ്മൾ ഈ അഗ്രചർവണകം പറയുമ്പോഴേ അഷ്ടം, നമ്മൾ അഷ്ടപതി അല്ലെ, 8 പതി ഇല്ലേ, അങ്ങനെയല്ലേ പറയാ? അഷ്ടം ആന്ന് വെച്ചിട്ടില്ല പറയാം. ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു തരാണ്. നിങ്ങൾ ഇതിനപ്പുറം വേറെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ അങ്ങോട്ട് പാടെ ഒഴിവാക്കുക കേട്ടോ. നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആക്കാന്നില്ല. അത് ഓർമ്മ കിട്ടാതെ കണക്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി പറയാണ്. അഗ്രചർവണകം ഞാൻ കണക്ട് ചെയ്ത് നിങ്ങളോട് പറയുന്നു മാത്രം. അഗ്രചർവണകം എന്താണ്? നമ്മൾ അഷ്ടം, 8, അഷ്ടപതി, പിന്നെ എന്താണ് ആന്ന് വെച്ചിട്ടല്ലേ, അങ്ങനെയുള്ള വാക്കാണല്ലോ 8 എന്നുള്ള ഒരു പദത്തിന് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഞാൻ അങ്ങനെ ഈ ആന്ന് വെച്ച് കണക്ട് ചെയ്തു. അപ്പൊ അഗ്രചർവണകം 8. ഓക്കെ, കിട്ടിയില്ലേ? ഇനി കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലുമായിട്ട് 8 പല്ലുകൾ കണ്ടോ? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ചർവണകവും അഗ്രചർവണകവും ചാച്ചാ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ചവച്ചരയ്ക്കാനാണ് കേട്ടോ. ചർവണകം, അഗ്രചർവണകം. ച എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ചവച്ചരയ്ക്കാനാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അഗ്രചർവണ അഗ്ര അഷ്ടം എന്നുള്ളതിന് 8 എന്നുള്ളത് കണക്കാക്കിയിട്ട് അഗ്രചർവണകം 8 പല്ലാണെന്ന് കണക്കാക്കുക. ഇനി ചർവണകം കണ്ടോ, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത്. എത്ര പല്ലുണ്ട്? 12 പല്ലുണ്ട്. 12ഉം 8ഉം 20, 28 4 32 കണ്ടോ? 32 പല്ല്. മനസ്സിലായോ? ഉളിപ്പല്ലും അഗ്രചർവണകവും 8 8 വെച്ചിട്ട്, കോമ്പല്ല് 4, ചർവണകം 12. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്തിനാ സഹായിക്കുന്നു എന്നുള്ളത്? ച വരുന്നത് മുഴുവൻ ചവച്ചരയ്ക്കാൻ. കോമ്പല്ല് ക എന്ന അക്ഷരമാണ്, അതുകൊണ്ട് 3ഉം ക വരണം. കടിച്ച് കീറാൻ. മനസ്സിലായോ? ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ. അത്രേ ഉള്ളൂ. അഗ്രചർവണകം, ചർവണകം എങ്ങനെ എന്താ പറയാ? അണപ്പല്ല് എന്ന് പറയില്ലേ? അണപ്പല്ല് വലിക്കരുത് എന്നൊക്കെ പറയില്ലേ? ഏറ്റവും അറ്റത്തുള്ള നമ്മൾ അങ്ങനെ കടിച്ചിതാക്കാൻ ചവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ? അതൊരിക്കലും പറിക്കരുത് എന്ന് പറയില്ലേ? അണപ്പല്ലാണ് പറയില്ലേ? അപ്പൊ അഗ്രചർവണകവും ചർവണകവും വിഭാഗത്തിൽ വരുന്നതാണ് ഇത് അണപ്പല്ല്. ഇനി ദഹന വ്യവസ്ഥയും മദ്യപാനവും. മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ എന്ത് ചെയ്യും? വ്രണം ഉണ്ടാക്കുന്നു. ഇത് അൾസറിന് കാരണമാകുന്നു. അപ്പൊ നമ്മുടെ മദ്യം സ്ഥിരമായി കഴിക്കുന്നത് മൂലം നമ്മുടെ ആമാശയത്തിലെ പാളി എന്ന് പറയുന്നത് മൃദുലമാണ്. അപ്പൊ അവിടെ വ്രണം ഉണ്ടാകും, അൾസറിന് കാരണം ഉണ്ടാകും. അങ്ങനെ ഈ അൾസർ പെരുകി വലുതായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വയറിൽ ക്യാൻസറിന് സാധ്യത. അതാണ് മദ്യം എന്ത് ചെയ്യുന്നത്? ക്യാൻസറിന് കാരണമാകുന്നു എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകും. വായ്, അന്നനാളം, കരള്, വൻകുടല് എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകുന്നു. വായിലും അന്നനാളത്തിലും കരളിലും വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകുന്നു. നോക്കിക്കേ, രക്തത്തിന്റെ പ്രവർത്തനങ്ങൾ 4 കൊടുത്തിട്ടുണ്ട് അല്ലെ? രക്തത്തിന്റെ പ്രവർത്തനം നോക്കൂ. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ അല്ലെ, ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ ആഗിരണം ചെയ്യാൻ ഇത് സഹായിക്കും രക്തം അല്ലെ? അതുപോലെ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇതാക്കുന്നതും ആരാണ്? രക്തമാണ്. ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും സഹായിക്കുന്നു രക്തം. കരളിൽ നിന്ന് യൂറിയ ഇതാക്കാനും ഇത് സഹായിക്കുന്നു രക്തം സഹായിക്കുന്നു. അപ്പൊ 4 പോയിന്റ് പഠിച്ചു വെക്കുക. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനും, കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും, ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങളും, കരളിൽ നിന്ന് യൂറിയയ്ക്കും എന്താണ്? രക്തത്തിന്റെ പങ്ക്. കണ്ടോ? ഇനി ജീവനുള്ള മണ്ണ്.
ജീവികളുടെ നിലനിൽപ്പിന് ആധാരമാണ് മണ്ണ്. ആണ് അല്ലേ? എല്ലാ പ്രദേശങ്ങളിലെയും മണ്ണ് ഒരുപോലെയാണോ? അല്ല. മണ്ണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ? ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഈ ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായതുകൊണ്ടാണ് കേരളത്തിൽ ഏത് കൃഷി കൂടുതൽ ചെയ്യുന്നത്? റബ്ബർ കൃഷി. അപ്പൊ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ? മണ്ണിൽ വായു, ജലം, ധാതുക്കൾ, ജൈവ വസ്തുക്കൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം അല്ലേ? ആണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷിയും എന്തായിരിക്കും? കൂടുതൽ. അപ്പൊ ജലത്തിന്റെ ആകിരണം കൂടുതലായിരിക്കും ജൈവാംശം കൂടുതലുള്ള മണ്ണിന്. എന്നാൽ മണൽ മണ്ണിന് ജൈവാംശം കുറവായതിനാൽ ജലാകിരണ ശേഷി കുറവാണ്. ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ എവിടെയുണ്ട്? മണ്ണിലുണ്ട്. ഇവ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലഭൂഷ്ടി വർദ്ധിക്കും. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ടേബിൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫംഗസും ബാക്ടീരിയയും ഒക്കെയാണ് നമ്മളിപ്പോ നമ്മുടെ മണ്ണിൽ ഒരുപാട് ജൈവ അവശിഷ്ടങ്ങളെയൊക്കെ മണ്ണിൽ ആക്കിയിട്ട് ആ മണ്ണിനോട് കൂടി ചേർത്ത് അതിന്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നത് ആര് തന്നെയാണ്? ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ തന്നെയാണ്. കണ്ടോ? കൃഷിക്ക് യോജ്യമായ മണ്ണിലെ ഘടകങ്ങൾ. ഒരു കൃഷിക്ക് യോജ്യമായ ഒരു മണ്ണ്, ഇപ്പൊ അതൊരു മണ്ണില് എത്ര ശതമാനമാണ് ധാതുക്കൾ ഉണ്ടാകണം? ധാതുക്കള് 45% ധാതുക്കൾ ഉണ്ടാകണം. ഇങ്ങനെയുള്ള മണ്ണുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? കൃഷിക്ക് അനുയോജ്യം എന്ന് പറയുന്നത്. 45% ധാതുക്കളും 25% ഏതും ഉണ്ടാകണം? ജലം ഉണ്ടാകണം. വായുവും 25%, ജൈവ വസ്തുക്കള് 5%. ഇങ്ങനെയുള്ള മണ്ണിന് എന്താണ്? കൃഷിക്ക് യോജിച്ചത് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചിട്ട് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് പതഞ്ഞു പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിശേഷണമാണ് നമ്മുടെ SCERT ടേബിളില്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് എന്താകും? സ്വതന്ത്രമാകും. ഏത് സ്വതന്ത്രമാകും? ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്? പതഞ്ഞു പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ എന്ത് ചെയ്യും? വിഘടിക്കും. ഇനി ജലസ്രോതസ്സും ശതമാനം നോക്കാം. സമുദ്രജലം നമ്മുടെ മൊത്തം നോക്കുമ്പോൾ സമയത്ത് ഭൂമിയിൽ 96.5 എത്രയാണ്? സമുദ്രജലമാണ്. മഞ്ഞുപാളിയിലുള്ള ജലത്തിന്റെ ശതമാനം 1.73, ഭൂഗർഭജലം 1.69, അന്തരീക്ഷത്തിൽ 0.001, തടാകത്തിൽ 0.001, മറ്റുള്ളവ 0.078. സമുദ്രജലം നോക്കണം. 96.50. ഇനി ഇവിടെ ശുദ്ധീകരണശാല. ഒരു ജലം ശുദ്ധീകരിക്കുന്നതിന്റെ ഘട്ടങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിപ്പോ ജലമാണെന്ന് കരുതുക. ജലം ആദ്യം എന്ത് ചെയ്യണം? എയറേറ്റർ ചെയ്യണം അല്ലെ? ആദ്യം എയറേഷൻ ചെയ്യും. വായു കടത്തിവിടും. എന്നിട്ട് എന്ത് ചെയ്യും? കൊയാഗുലേഷൻ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഓർഡർ എന്തായാലും പഠിച്ചു വെക്കണേ. ജലത്തിന്റെ ശുദ്ധീകരണ ഘട്ടം തന്നിട്ട് ഇങ്ങനെ ആരോ മാർക്കിട്ടിട്ട് തരും. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? എയറേറ്റർ. രണ്ടോ? കൊയാഗുലേഷൻ. മൂന്നാമതാണ് ക്ലാരിഫിക്കേഷൻ. നാലാമത് ഫിൽട്രേഷൻ. അഞ്ചാമത് ക്ലോറിനേഷൻ. ആറാമതാണ് ശുദ്ധജല സംഭരണം. ശുദ്ധജലം അവിടെ സേവ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് എങ്ങനെ വരണം? ഫസ്റ്റ് ജലം അല്ലെ? ജലം വന്നു. പിന്നെ ഫസ്റ്റ് എന്ത് ചെയ്യണം? അതൊന്നും ഓർത്തോ. എയറേറ്റർ. ഫസ്റ്റ് എന്താണ്? എയറേറ്റർ. 2 കൊയാഗുലേഷൻ. 3 ക്ലാരിഫിക്കേഷൻ. പിന്നെ ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, ശുദ്ധജല സംഭരണി. നമുക്കിനി ആ ഘട്ടങ്ങളുടെ വിശദീകരണം ഒന്ന് നോക്കാം. എയറേഷന്റെയും കൊയാഗുലേഷന്റെയും ക്ലാരിഫിക്കേഷന്റെയും ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, സംഭരണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എയറേഷൻ എന്താ ചെയ്യുക? ജലശുദ്ധീകരണശാലയില് എയറേഷൻ ചെയ്യുന്നത് എന്തിനാണ്? ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അത് എയർ വാക്കി തന്നെ എടുക്കാം അല്ലെ? ഇതുമൂലം ജലത്തിലെ ഓക്സിജന്റെ അളവ് എന്ത് ചെയ്യാണ്? ഇതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ നോട്ട് ചെയ്യണേ. ഓക്സിജന്റെ അളവ് വർദ്ധിക്കുകയാണ്. ഇനി കൊയാഗുലേഷനിൽ എന്ത് വരും? ഇത് ചിലപ്പോ ഇത് ഇവിടേക്കും തരും, ഇത് ഇവിടേക്ക് ഇട്ട് തരും. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ രണ്ടാമത് കൊയാഗുലേഷൻ ആണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ കൊയാഗുലേഷൻ ആണ്. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ആലം ചേർക്കുന്നു. ആലം ചേർക്കുമ്പോൾ pH മൂല്യം കുറയുന്നു. pH ക്രമീകരിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണം? കുമ്മായം
ചേർക്കുന്നു. അപ്പൊ ജലശുദ്ധീകരണശാലയിൽ pH ക്രമീകരിക്കുന്നതിന് വേണ്ടി ചേർക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ കുമ്മായമാണ്. ഇനി അടുത്തത് ക്ലാരിഫ്ലോക്കുലേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം, അതായത് ഇവിടെ ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു പറയില്ലേ, അത് അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് വിടുന്നത് ക്ലാരിഫ്ലോക്കുലേഷൻ ആണ്. അടുത്തത് ഫിൽട്രേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽറ്ററിൽ വെച്ച് നീക്കം ചെയ്യുകയും മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. ഇനി ക്ലോറിനേഷൻ, അത് എല്ലാവർക്കും അറിയാം അല്ലേ. ഫിൽറ്റർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ, പ്രീവിയസ് ആണ്, ജലത്തെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിക്കാറുണ്ട്. ക്ലോറിൻ ആണ്, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ചേർക്കുന്നു. സംഭരണം, ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. ഇനി അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ ഓൾ PQ ആണ് കേട്ടോ, ഓൾ PQ ആണ്. നൈട്രജന്റെ അളവ് അന്തരീക്ഷത്തിൽ, ഇവിടെ ശ്രദ്ധിക്കണം, അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ് അല്ലെ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏതെല്ലാം ഘടകങ്ങൾ ചോദിച്ചാൽ നൈട്രജന്റെ അളവടക്കം പഠിക്കണം. പ്രീവിയസ് ആണ്, 78%. ഓക്സിജന്റെ അളവ് 20.9 അല്ലെങ്കിൽ 21% തരും. ഇതുവരെ 21 ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് 0.0, ഇതിൽ 0. ചിലപ്പോൾ ഈ ഇങ്ങനെ എണ്ണം കൂട്ടി തരും കേട്ടോ. അപ്പൊ ഇവിടെ 0.03% ആണ് കേട്ടോ. 0.03%. മറ്റുള്ളവ 1.07%. ഇനി വായു മലിനമാകുന്ന മറ്റ് സാഹചര്യങ്ങൾ. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ വായു മലിനമാകുന്നത്? വാതകങ്ങളും അത് ഏത് സ്രോതസ്സിൽ നിന്നാണ്? എല്ലാം PQ ആണ്. കാർബൺ മോണോക്സൈഡ്, നമ്മുടെ വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് ഏത്? കാർബൺ മോണോക്സൈഡ്. വാഹനങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ വെഹിക്കിൾ, നമുക്ക് എക്സാം ഹാളിൽ ചിലപ്പോൾ തോന്നും അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ വാഹനം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ആ ബാക്കിൽ നിന്ന് സൈലൻസിൽ ആ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതിന്റെ ഉള്ളിൽ കൂടെ വരുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് എന്ന് ചിന്തിക്കണം. ഓക്കെ, വാഹനങ്ങളിൽ നിന്നുള്ള പുക കാർബൺ മോണോക്സൈഡ് ആണ്. ഇത് മൂലം ഉണ്ടാകുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യും? ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി എന്ത് ചെയ്യും? കുറയ്ക്കും. ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മൂലം രക്തത്തിന് എന്ത് ചെയ്യണേ? ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷിയുണ്ട്, അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡോ നമ്മുടെ വിറക് കത്തിക്കുമ്പോഴും കൽക്കരി എന്നിവ കത്തുമ്പോഴും ഒക്കെ പുറത്തുവിടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആഗോള താപനത്തിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രീവിയസ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡ്, ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്ന വാതകമാണ് ഇത് സൾഫർ ഡൈ ഓക്സൈഡ്. കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നത് ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ തന്നെ ചോദിച്ച കൺഫ്യൂഷൻ വരില്ലേ? കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഫാക്ടറികളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഇനി നൈട്രജന്റെ ഓക്സൈഡുകളോ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വരുന്നത് ഏതാണ്? നൈട്രജന്റെ ഓക്സൈഡുകളാണ്. അമ്ലമഴയ്ക്ക്, പ്രീവിയസ് ആണ്, അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം ചോദിക്കുമ്പോൾ നൈട്രസ് ഓക്സൈഡ് എന്ന് തരില്ലേ. നൈട്രസ് ഓക്സൈഡ് നൈട്രജന്റെ ഓക്സൈഡുകളാണ്. SCERTയുടെ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു. ഇനി നാളെ ഇതിന്റെ ബാലൻസുമായിട്ട് ബോക്സുകൾ, ഇമ്പോർട്ടന്റ് ടേബിൾ ബോക്സുകളൊക്കെ പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് കിട്ടും കേട്ടോ. കാരണം PSC കൂടുതലായിട്ടൊക്കെ ആ മേഖലയാണ് എടുത്തിരിക്കുന്നത്. ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സയൻസ് പൂർത്തിയാക്കേണ്ടതുണ്ട്, സോഷ്യലിലേക്ക് കിടക്കണം, പുതിയ SCERTയിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അത് വീണ്ടും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ടെലഗ്രാം ഗ്രൂപ്പിൽ കൂട്ടുകാർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത പ്രിലിംസ് ഒക്കെ നേടണ്ടേ, നെക്സ്റ്റ് ഘട്ടംകാരെ നേടുന്നുണ്ട്, ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങളെല്ലാം. പുതിയ നോട്ടിഫിക്കേഷൻ, PSC യോഗ തീരുമാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാം ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം കേട്ടോ. എല്ലാം ലക്ഷ്യം വെച്ചിട്ട് മുന്നിലേക്ക് പോകണം. ഒപ്പം നമ്മുടെ ചാനലും കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.